ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈലിൽ ഒരു അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുവന്നുള്ളി, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. കറി വയ്ക്കാനുള്ള പാനിലേക്ക് 1 സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു തിക്കായിട്ടുള്ള കറിയാണിത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചെറിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം 2 വറ്റൽമുളക്, 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടമാകും. പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാലും ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്